ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മൾ ഡിന്നറിന് മില്ലറ്റ് കൊണ്ടുള്ള ഒരു റൊട്ടി അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മില്ലറ്റ് കൊണ്ടുള്ള റൊട്ടി എന്ന് പറഞ്ഞാൽ ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. കാരണം അതിൽ അത് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ഓയിൽ യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്നത് കാരണം കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ ഷുഗർ ഉള്ളവർക്കാണെങ്കിലും ഈ മില്ലറ്റിൻ്റെ റൊട്ടി വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി കൂട്ടി നമുക്ക് ഈ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ജവാരി എന്ന് പറയുന്ന മില്ലറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഈ റൊട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മില്ലറ്റ് റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പൊടി ഇട്ടു. നമ്മൾ സുവർണ എന്ന് പറയുന്ന എൻ്റെ റൂംമേറ്റാണ് റൊട്ടി ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് ആ വെള്ളം ഇത്തിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് പൊടി ഇട്ട് നന്നായിട്ട് കുഴച്ച് എടുക്കും. അത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അത് കുഴയ്ക്കണം. നന്നായിട്ട് കുഴയ്ക്കുന്നതിലാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. കുഴച്ചിട്ട് ഒരു ഭാഗം മാറ്റി വെച്ചു. അതിലൊരു പാട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത പാട്ട് കുറച്ചെടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴയ്ക്കുകയാണ്. കുറേശ്ശെ വെള്ളം പുരട്ടി. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിലും വളരെ ലൂസായിട്ടാണ് ഇത് കുഴയ്ക്കുന്നത്. ഇത് കുഴച്ചത് ശരിയായിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൊട്ടി പരത്തുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ പൊട്ടിയിരിക്കും. ഇതിപ്പോൾ ഞാൻ കാണിച്ചില്ലേ, തൊട്ടാൽ ഇങ്ങനെ കുഴിച്ചാൽ ഒരു കുഴി വരുന്ന പോലെ ആ രീതിയിലുള്ളതാണ്. അങ്ങനെയാണ്, ആ അയവിലാണ് ഇത് കുഴയ്ക്കുന്നത്. കൈ വെച്ച് അതൊന്ന് തട്ടിപ്പരത്തി കഴിഞ്ഞിട്ട് കുറച്ച് ഈ ജവാരിയുടെ തന്നെ പൊടിയിടും. ഈ പൊടി ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് കൈ കൊണ്ട് പതുക്കെ തട്ടിയത് പരത്തി അത് വലുതായിട്ട് എടുക്കും. കണ്ടില്ലേ, ഇങ്ങനെയാണ് കൈ കൊണ്ട് പതുക്കെ തട്ടി പരത്തി എടുക്കും. മഹാരാഷ്ട്രയിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരിത്തിരി കനം കാണും. എന്നാൽ കർണാടകക്കാരുണ്ടാക്കുവാണെങ്കിൽ ഒട്ടും കനം ഇല്ലാതെയാണ് ഇതുണ്ടാക്കുന്നത്. ഇത് വെള്ളം ശരിയല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മുറിഞ്ഞിരിക്കും. വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഇരിക്കും. ആ വെള്ളത്തിൻ്റെ കണക്ക് ശരിയായിട്ട് വേണം. നിങ്ങൾ കണ്ടല്ലോ ഏത് അയവിൽ കുഴയ്ക്കണമെന്നുള്ള രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഓൾറെഡി തവ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഈ നമ്മൾ ഉണ്ടാക്കിയ റൊട്ടി ഇട്ടിട്ട് ഈ നമ്മൾ താഴെ നമ്മൾ ആദ്യമേ പൊടി ഇട്ടില്ലേ, ആ പൊടി ഇട്ടിട്ടുള്ള ഭാഗമാണ് മേളി വരേണ്ടത്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ മേളത്തെ ഭാഗം ഇങ്ങനെ നനച്ചു കൊടുക്കും. അധികം വെള്ളം വേണ്ട, കുറച്ച് കൈയിട്ടൊന്നും നനയാനും മാത്രം ഇത് ഇങ്ങനെ നനച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നീരാവിയിൽ ഇത് വേഗം വെന്ത് വരും. ഒരുവിധം ഒരു അര വേവ് താഴെയായി കഴിയുമ്പോൾ ഇത് തിരിച്ചിടും. അത് വെന്ത് വരുമ്പോഴത്തേക്ക് അടുത്ത റൊട്ടിക്കുള്ള തയ്യാറിയാണ്. അടുത്ത റൊട്ടിയോളെ കുഴയ്ക്കുക ചെയ്യുന്നത്. നന്നായിട്ട് കുഴയണമെന്നുള്ളതാണ് ഇതിൻ്റെ ടെക്നിക്ക്. അടുത്ത റൊട്ടി പരത്തി വന്നു. പരത്തുന്നതിന് മുമ്പ് താഴെ പൊടിയിട്ട് കൊടുക്കണം. നമ്മുടെ മേളിലത്തെ ഒരു വിധം ഒന്ന് പാകമായിട്ട് വന്നു കഴിയുമ്പോൾ ഇത് നമ്മൾ തിരിച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ വേവിക്കാം, തിരിച്ച് തവയിലിട്ട് വേവിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ തവ എടുത്തു വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ഗ്യാസിൻ്റെ കനലിലേക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് പൊള്ളിച്ച് മറ്റേ വശം പകുതി വെന്ത വശം ഒന്നുകൂടെ നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം. പൊള്ളിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും. അതുപോലെ വളരെ സോഫ്റ്റാണ് കേട്ടോ ഇത്. ഇങ്ങനെ നന്നായിട്ട് കനലിലിട്ട് പൊള്ളിച്ചെടുക്കാം. ഇങ്ങനെ ഫുൽക്ക പറയുന്ന സാധനം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. പൊങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ.
ഇവര് സാധാരണ മഹാരാഷ്ട്രക്കാരൊക്കെ ഇത് അടുപ്പിൽ വെച്ചാ ഉണ്ടാക്കുന്നപ്പോ അടുപ്പിലെ കനലിലിടും. കണ്ടില്ലേ, ഇപ്പൊ 2 സൈഡും നന്നായിട്ട് വെന്തു വന്നു, പൊങ്ങി വരുന്നുണ്ട്. എടുത്തു മാറ്റി വെച്ചു. എന്നിട്ട് അടുത്തത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ജവാരി, അതാ ജവാരിയുടെ റൊട്ടി, അല്ലെ മില്ലറ്റ്, ജവാരി എന്ന് പറഞ്ഞാൽ ഒരു മില്ലറ്റാ. അതിന്റെ റൊട്ടി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ്, അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് ചെറുപയറിട്ട ഒരു മസാലക്കറി, പിന്നെ സേമിയ പായസമാണ്. സേമിയ പായസം ഇത് എൻ്റെ കൂടെയുള്ള ചൈത്താളി എന്ന് പറയുന്ന ആളാണ് സേമിയ പായസം ഉണ്ടാക്കിയത്. ചൈത്താളിയുടെ സേമിയ പായസം നമ്മൾ ഇനി ഒരു ഇതിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ്. അപ്പം മില്ലറ്റിന്റെ പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിൽ എണ്ണ ഒരു തരി പോലുമില്ല. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്.